ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് റേസിംഗ് ഫിനാൻസിനെ പറ്റിയിട്ടാണ് അല്ലേ. നമുക്കറിയാം പിന്നെ നമ്മൾ ബാങ്കിൽ പോയാൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മെത്തേഡ്സ് ഓഫ് റേസിംഗ് ഫിനാൻസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ട്രേഡ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ബിൽ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, പബ്ലിക് ഡെപ്പോസിറ്റ്, ഓണർഷിപ്പ് ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. ഇഷ്യൂ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ലോൺ ഫോർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ലോൺ എടുക്കാം, ലോൺ ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് എങ്ങനെ ലോൺ എടുക്കാം, ആൻഡ് റീടെൻഷൻ ഓഫ് പ്രോഫിറ്റ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്, ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ക്യാഷ് ക്രെഡിറ്റ്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഇതിൽ മൊത്തം പഠിക്കാനുള്ളത്. ഓക്കെ. ഒബ്ജക്റ്റീവ്സ് എന്താ നമുക്ക് വായിച്ചു നോക്കാം. എന്താണൊക്കെ ഒബ്ജക്റ്റീവ്സിൽ? എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് ഫിനാൻസ്, എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് ഫിനാൻസ്, സാമ്പത്തികത്തിൻ്റെ നമ്മളെ ഇമ്പോർട്ടൻസ്, ആൻഡ് ക്ലാസിഫൈ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ നീഡ്സ്, അതായത് ഫിനാൻഷ്യൽ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്യാനും, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓണർഷിപ്പ് ക്യാപിറ്റൽ ആൻഡ് ബോറോവ്ഡ് ക്യാപിറ്റൽ, distinguish between ownership capital and borrowed capital, explain the concept of capital structure and identify the factors determining it, and describe different methods of raising finance and evaluate and advantages of limitation of different methods of raising finance. ഇവാലുവേറ്റ് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ലിമിറ്റേഷൻസ് ആൻഡ്, അതായത് ഇതിന് എല്ലാത്തിനും നമുക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും അല്ലേ, നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫിനാൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റിങ്ഷൻ ചെയ്യാനുണ്ടാവും, കൺസെപ്റ്റ് പഠിക്കാനുണ്ട്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് റേസിംഗ് ഫിനാൻസിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്, ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. ഈ റേസിംഗ് ഫിനാൻസ് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം, റേസിംഗ് ഫിനാൻസിൻ്റെ അഡ്വാൻറ്റേജസ്, റേറ്റിംഗ് ഫിനാൻസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ. Need for importance. എന്താണ് need? We are all know every business activity required money from rate. The case of manufacturers must have place of product, goods and raw materials, engage workers and managers. അതായത് we are all know that every business activity requires money to run it. നമുക്കറിയാം ഏത് ബാങ്കിങ് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട് എന്ത് സെക്ഷൻ എന്ന് എടുത്താലും ഏതൊക്കെ എന്താ മണി റണ്ണിങ് ഒരു ബിസിനസ്സാണ് അല്ലേ. നമുക്ക് ക്യാഷ് ആണ് എല്ലാത്തിനും പ്രധാനം. ക്യാഷ് വെച്ചിട്ടുള്ള സംഭവങ്ങൾ അല്ലേ, മണി ടു റൺ ഇറ്റ്. ആൻഡ് അതിൽ എന്ത് ചെയ്യണം, പണം എറിഞ്ഞാലേ പണം കിട്ടും എന്നൊക്കെ പറയാം. പണം എറിഞ്ഞുള്ള കളിയാണ് ഫിനാൻഷ്യൽ കളി എന്ന് പറഞ്ഞാൽ. ടേക്ക് ദ കേസ് ഓഫ് manufacturers, they must have a place to produce goods, they must have a machinery to raw materials, engage workers and managers, pay off, they must buy machinery and raw materials അല്ലേ. they must have place to produce the good. എന്തൊക്കെ ഗുഡ്സ് ആണോ നമ്മൾ അതല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ എന്തൊക്കെ റിലേറ്റഡ് ആണ്, അത് റോ മെറ്റീരിയൽ വേണം. എൻഗേജ് വർക്കേഴ്സ് എൻഗേജ് ചെയ്യാൻ വേണം. മാനേജേഴ്സ്, അത് കോർഡിനേറ്റ് ചെയ്യാൻ മാനേജേഴ്സ് വേണം. പേ ഫോർ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം. ആൻഡ് വാട്ടർ സപ്ലൈ വേണം. ഇൻകെയർ എക്സ്പെൻസ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് ദെയർ കസ്റ്റമേഴ്സ് അല്ലേ. കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യാൻ ഗുഡ്സ് ആൻഡ് സർവീസസ് വേണം. ആൻഡ് സിമിലർലി take the case of traders, they must be good and have grown up to keep up them and to have delivery to goods and customers. They must unloading and goods to keeping accounts of collection. And take other example, goods transportation business must engage the drivers and helpers അല്ലേ. നമുക്ക് ചുമട്ട് തൊഴിലാളികൾ വരെ വേണം. അതൊരു ഇനിയിപ്പോൾ നമ്മളൊരു കാലിക്കറ്റോ ഏതെങ്കിലും ഒരു ടൗണിൽ കൊണ്ട് ഇറക്കണമെങ്കിൽ ചുമട്ട് തൊഴിലാളികൾ വേണം. ആൻഡ് ഡ്രൈവേഴ്സ്, അത് വാഹന ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെങ്കിൽ അത് ഡ്രൈവ് ചെയ്ത് പോകണം. വലിയ കാരവനിലൊക്കെ എന്തിലാണ് കൊണ്ടുപോകാന്നറിയില്ല. ഗുഡ്സ് ആൻഡ് സർവീസസ് കൊണ്ടുപോകണമെങ്കിൽ വാഹനങ്ങൾ വേണം, അതിന് ഡ്രൈവർ വേണം, അത് ഇറക്കി വെക്കാൻ ഹെൽപ്പേഴ്സ് വേണം. ഇൻകർ എക്സ്പെൻസസ് ഫോർ ഡീസലിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവും. ആൻഡ് റിക്വയർസ് ആൻഡ് സർവീസിങ് ഓഫ് ദ വെഹിക്കിളിൻ്റെ സർവീസ് വേണം. ആൻഡ് സോ ഓൺ. ഓൾ ദീസ് ക്യാൻ അണ്ടർടേക്കൻ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിനാൻസ്. ഇതിനെല്ലാം A to Z വരെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇതിനെല്ലാം എന്ത് നിർബന്ധമാണ്? ഫിനാൻസ് നിർബന്ധമാണെന്നാണ് പറയുന്നത്. ദസ് മണി ഈസ് റിക്വയർഡ് ഓൾ ടൈപ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എനി അതർ കൈൻഡ്. ദ true of the income is earned by business when goods are sold and services are rendered, but this take place afterward. Goods must be produced to purchased before they can be earned. It costs money of build a factory, buy the machinery and raw materials, to hire the place for business office, to pay the rent and wages and salaries, to meet
today expense on run a business without first raising finance, and of course this done to anticipation of future income in the assumption that customers will pay goods and services offered to them. കസ്റ്റമേഴ്സിന് ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇന്ന സ്ഥലത്ത് പ്രൊഡക്റ്റ് ചെയ്ത് അത് എന്താ പറയുക മാർക്കറ്റിലേക്ക് എത്തിച്ച് വിൽക്കണമെങ്കിൽ A to Z വരെയുള്ള കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഫിനാൻസ് നിർബന്ധമാണ്. അപ്പോൾ റേസിംഗ് ഫിനാൻസ് ആണ് നമ്മൾ പറയുന്ന ബിസിനസ്. ടു റൺ എ ബിസിനസ് ബിസൈഡ്സ് ഫിനാൻസ്, അതായത് ടു റൺ എ ബിസിനസ്, ഒരു ബിസിനസ് റൺ ചെയ്യാൻ ബിസൈഡ്സ് ഫിനാൻസ് കൂടാതെ കഴിയില്ല. ഓക്കെ, വി ഓൾസോ റിക്വയർഡ് മാൻ, എന്തൊക്കെ വേണം? ഫിനാൻസ് കൂടാതെ റിക്വയർഡ്സ് മാൻ, മെറ്റീരിയൽ, മെഷീനറി, മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു ഫിനാൻസ് മുന്നോട്ട് പോകൂ. ബട്ട് ഫിനാൻസ് മേ ബി റിഗാർഡഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ബിസിനസ് മാൻ. മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മാനേജേഴ്സ് ക്യാൻ ബ്രോട്ട് ടുഗദർ ആൻഡ് നോൺ ആസ് ഫെയിൽഡ് മെയിൻലി ഡ്യൂ ടു shortage finance. The importance of finance have increased in modern type of reasons and undertaken on a much larger scale of the even the business of scarce finance of enlargement business. Secondly, manufacturing machinery, equipment, tools and many ധാരാളം manufacturers, equipments, tools, labors, next and volume of business with the increasing complexity production of trade, and there is a growing need for finance. അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ കൂടും. പ്രൊഡക്ഷന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ലേബേഴ്സ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ പ്രൊഡക്ഷൻ കൂടിയിട്ട് എന്ത് ചെയ്യും? ഈ പ്രൊഡക്ഷൻ ഇതിൻ്റെ ബിസിനസ് ഡീലേഴ്സ് ഇത് വിറ്റ് ഇവർക്ക് പ്രോഫിറ്റ് കിട്ടും. അതും എന്താണ്? ഫിനാൻസ് ആണെന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെയാണ് റേസിംഗ് ഫിനാൻസ് എന്ന ഒരു സർക്കിളിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്തതിന് ശേഷം എന്തായി? ക്യാഷ് കിട്ടി. ആ ക്യാഷ് തന്നെയാണ് എന്ത്? ഫിനാൻസ് എന്ന് പറയുന്നതും റേസിംഗ് ഫിനാൻസ് എന്ന് ഇതിലേക്ക് എത്തുന്നത് അല്ലേ. ടൈപ്സ് ഓഫ് റേസിംഗ്, type of financial needs and the fixed capital and working capital. Financial needs are based on performance and periods of use, and working capital, fixed capital, long term capital and short-term capital, long-term capital, working capital, fixed capital. And business, you record finance to purchase raw material and payment of wages and salaries, rent and fuel, electricity, water requires the maintain machinery, advertising and requirement of finance for these to hold stock of material, spare parts and finished goods. These involve investment in short-term asset of current asset in the form of stocks, raw materials, spare parts, stocks, finished goods, etc. Okay, money invested in current assets like stock of raw materials, finished goods, etc. and book debts. Okay, ഇപ്പോൾ ഫിനാൻസ് റേസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, അതിൻ്റേതായ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, capital structure, and the fund raised to meet the long term and short term capital requirements may be from ownership capital or borrowed capital. Capital structure next നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഭാഗമാണ് capital structure. Okay, capital structure എന്താണ് capital structure നോക്കാം. Ownership capital structure means the fund raised to the meet both of long term and short term capital requirements may be take form of ownership capital, borrowed capital. Let us first understand these two terms. എന്താണ് ഓണർഷിപ്പ് ക്യാപിറ്റൽ? അത് രണ്ട് ടേം മനസ്സിലായാൽ മാത്രമേ നമുക്ക് എന്ത് ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് കടക്കാൻ പറ്റൂ. ഓണർഷിപ്പ് ക്യാപിറ്റൽ, the amount of capital invested in a business by its owners, it's known as ownership capital. It is on the basis of their investment that owners become entitled to the profit of business. In a business under the proprietorship, the individual owner contribute capital as mutually agreed among partners. Okay, the amount of capital invest of a business, അതായത് ഒരു ബിസിനസ്സിൽ ഇറങ്ങിത്തിരിക്കും നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ബൈ ഓണേഴ്സ് ആൻഡ് ഓണർഷിപ്പ് ക്യാപിറ്റൽ, ഇറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഓണേഴ്സ് ബിക്കം entitled to the profit of the business. In a business under sole proprietorship, the individual owner partner contribute capital mutually agreed among the partners.
Next, the ownership capital may be used for financing fixed as well as continuous investment of current asset. Ownership capital is generally used as permanent capital or long-term capital. അത് അതായത് ഓണർഷിപ്പ് ക്യാപിറ്റൽ ഒരു പക്ഷേ എന്താവാം, ലോങ് ടേം ആവാം, ഷോർട്ട് ടേം ആവാം എന്നാണ് പറയുന്നത്. ഓണർഷിപ്പ് ക്യാപിറ്റൽ മേ ബി യൂസ്ഡ് ഫോർ ഫിനാൻസിങ് ഫിക്സഡ് അസറ്റ് ആസ് വെൽ ആസ് കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ കറന്റ് അസറ്റ്സ്. ബോറോവ്ഡ് ക്യാപിറ്റൽ, it's carry interest of borrowed capital. Monies may be borrowed from short term and long term purpose. മണി ബോറോ ചെയ്യുന്നത് എങ്ങനെയാണ്, ലോങ് ടേൺ ആൻഡ് ഷോർട്ട് ടേൺ പർപ്പസിലേക്ക് ബോറോ ചെയ്യുന്നൊരു ഫങ്ഷനാണ്. ഇവിടെ ഇൻകം സ്റ്റേബിൾ ആൻഡ് ക്യാൻ ബി റിയലൈസ്ഡ് ഫ്രം റെഗുലർലി അല്ലേ, അതൊരു പക്ഷേ സ്റ്റേബിളായിട്ട് റെഗുലർലി പോകാനും ചിലപ്പോൾ എന്ത് ചെയ്യാനും ഉണ്ട്, ലോസിനും നഷ്ടത്തിനും സാധ്യതയുണ്ട്. വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ? നെക്സ്റ്റ് ആണ്, എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? You have noticed that borrowing the desirable of profit of high, but it dangerous to depend loans when profit decline. അല്ലേ, നമുക്ക് ലോൺ ഉള്ള സമയത്ത് പ്രോഫിറ്റ് ഒന്നും ഇല്ലാതെ വന്ന് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ബേർഡൻ കൂടി വരിക ചെയ്യുക അല്ലേ. ദെൻ വാട്ട് ഷുഡ് ബി that time the amount borrowing for financing business activity? The general principle is to maintain borrowed capital owners, capital proportions and successful business to ഫേവറബിൾ കണ്ടീഷൻസ്. അതായത് നമ്മുടെ അങ്ങനത്തെ ഒരു നമ്മൾ റിസ്കി ജോബാണ് ഫിനാൻസ് റേസിങ്, നമ്മൾ പറഞ്ഞു. ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ലോൺ അടയ്ക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബോറോഡ് ക്യാപിറ്റൽ ആൻഡ് ഓണേഴ്സ് ക്യാപിറ്റൽ പ്രൊപ്പോർഷൻസ് ഫോർ എവറി സക്സസ്ഫുൾ ബിസിനസ് ഫേവറബിൾ കണ്ടീഷൻ. ബോറോഡ് ക്യാപിറ്റൽ മേ ബി ഇറ്റ് എ ലാർജ് ഓണേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ആദ്യം ക്യാപിറ്റൽ ലാർജ് ഓണേഴ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ചലഞ്ചസ് വരുമ്പോൾ ആ സമയത്ത് നമുക്കത് ഉപയോഗപ്പെടുത്താം എന്നാണ് പറയുന്നത്. Since borrowing of funds has distinct advantage, you may expect promoters to raising a large amount of possible through the fund loans അല്ലേ. അതായത് പ്രൊമോട്ടേഴ്സിനും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് അതേ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫിനാൻസ് റേസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ ക്യാപിറ്റൽ സ്ട്രക്ചേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. നേച്ചർ ഓഫ് ദ ബിസിനസ്, ഒന്നാമത്തെ നേച്ചർ ഓഫ് ദ ബിസിനസ്. നെക്സ്റ്റ് സെക്കൻഡ് ക്യാരക്ടർ ഓഫ് ദ കമ്പനി, മാനേജ്മെൻറ്റ് ഓഫ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് ഓഫ് ഫിനാൻസ് ആൻഡ് എഫക്റ്റ് ആൻഡ് എക്സ്പെക്റ്റഡ് ഏർണിംഗ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ക്യാഷ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഫങ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ. ഇൻവെസ്റ്റ്മെന്റ് എന്താണ് മെത്തേഡ്സ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ. റേസിംഗ് ക്യാപിറ്റലിന് മെത്തേഡ്സ്, നമ്മൾ എല്ലാത്തിനും ഫങ്ഷൻസ് ഉണ്ടാവും, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻസ്, ഡിമെറിറ്റ്സ് ഒക്കെ നമുക്ക് പഠിച്ചു. അതേപോലെ മെത്തേഡ്സ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ എന്താണ്? ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഓൺ സേവിങ്സ്. സെക്കൻഡ് ഈസ് റേസിംഗ് ലോൺ ഫ്രം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അറേഞ്ചിങ് അഡ്വാൻസ് ഫ്രം കൊമേഴ്സ്യൽ ബാങ്ക്, ബോറോയിങ് ഫ്രം ഫിനാൻഷ്യൽ കമ്പനീസ്. ഓക്കെ, and long-term medium capital company have following option. In that the case of companies there are a number of methods of അതായത് number of raising method in financial company. എന്തൊക്കെയാണ്? issue of shares and to raise long-term and medium-term companies have following option. പല ഓപ്ഷൻ ഉണ്ടായി. ജസ്റ്റ് ഓപ്ഷൻസ് ആണ് ഇഷ്യൂ ഓഫ് ഷെയർ, ഇഷ്യൂ ഓഫ് debentures and loans and financial institution and loans from commercial bank and public deposit and relation of profit. The following method may be used to finance short-term capital. ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഷോർട്ട്-ടേം ഇത് പറയാം ട്രേഡ് ക്രെഡിറ്റ് അല്ലേ. The following methods may be used to finance short-term capital. ഫിനാൻസിൻ്റെ ഷോർട്ട്-ടേം ക്യാപിറ്റൽ ഉപയോഗിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ട്രേഡ് ക്രെഡിറ്റ്. ഒന്ന് ട്രേഡ് ക്രെഡിറ്റ്. ട്രേഡ് ക്രെഡിറ്റ് ഫാക്ടർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതേപോലെ ഡിസ്കൗണ്ടിങ് ബിൽസ് ആൻഡ് എക്സ്ചേഞ്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗമാണ്. ഓക്കെ.